സംസ്ഥാനത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. വേനൽമഴയാകട്ടെ ഇത്തവണ അധികം കനിഞ്ഞിട്ടുമില്ല. അമൽ, കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ വേനൽമഴ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ചൂട് അത്ര അറിഞ്ഞിരുന്നില്ല. ഏതാണ്ട് 12% വേനൽമഴയ്ക്ക് കുറവുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ 22 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഇപ്പോൾ കൊച്ചിയിൽ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് ഒരു റിയൽ ഫീൽ തോന്നുന്ന രീതിയിലാണ് കാലാവസ്ഥ. സമയം ഇപ്പോൾ 6:15 ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തെ ഒരു അവസ്ഥ അത് പറയേണ്ടതില്ല. എന്താണ് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള സാഹചര്യം? വേനൽമഴ ഇത്തവണയെങ്കിലും കനിയുമോ? ഗുഡ് മോർണിംഗ്. വേനൽമഴ കനിയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. രാവിലെ തന്നെ പുലർക്കാല താപനില മാത്രം 27 മുതൽ 30 ഡിഗ്രി വരെയാണ്. അത് സമീപകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ താപനിലയാണ് പുലർച്ചെയുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പിന്നീട് ഉച്ചയോടൊക്കെ എത്തുമ്പോൾ അത് 36, 38, 40 വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൂട് കൂടിയൊരു പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. 116 ദശലക്ഷം യൂണിറ്റാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചില ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. 10 മുതൽ 15 മിനിറ്റ് വരെ ഫീഡർ ഓഫ് ചെയ്ത് വൈദ്യുതി നിയന്ത്രിച്ചാലോ എന്നുള്ളൊരു ആദ്യഘട്ട ആലോചന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 14 ജില്ലകളിലുള്ളതിൽ 12 എണ്ണത്തിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒരാശ്വാസം എന്ന രീതിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വന്നിരുന്ന പ്രതികരണം 22 മുതൽ വേനൽമഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമമൊക്കെ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വേനൽമഴ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. പ്രത്യേകിച്ച് ഈ നഗരമേഖലകളിലൊക്കെ അത്തരം പ്രതിസന്ധികളുണ്ട്. എറണാകുളത്ത് തന്നെ ഇപ്പോൾ പറവൂര്, മൂവാറ്റുപുഴ, ആലുവ മേഖലകളിലൊക്കെ കുടിവെള്ളക്ഷാമം കഴിഞ്ഞ 3 ദിവസമായി ഉണ്ട്. അപ്പോൾ അതെല്ലാം വേനൽമഴ ഉണ്ടായില്ലെങ്കിൽ അതെല്ലാം തുടരും എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ താൽക്കാലിക പരിഹാര മാർഗങ്ങൾ ഒരുക്കുന്നതിന് പോലും നിലവിൽ പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞത് പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ടാങ്കറിലൊക്കെ എത്തിക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട്. ചൂട് കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയാണ്. ഒരു വേനൽമഴ മാത്രമാണ് ഇതിനാകെയുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ കണക്കാക്കുന്നത്. 22 മുതൽ വേനൽമഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.